Hey guys, welcome back to my new channel. അപ്പൊ നമ്മൾ ഇന്ന് എന്തിനാ വന്നത്? ഇത് തൊള്ള മാത്രം കൊന്തമ്പല്ല മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഇന്ന് വന്നതെന്ന് പറയുമ്പോ നമ്മള് അറിയാലോ, പുതിയ ഫ്ലാറ്റ് എടുത്തപ്പോ പതിയെ പതിയെ എല്ലാം സെറ്റ് ചെയ്യണേ ഉള്ളൂ. യെസ്, ചെയ്തിട്ടില്ല. ഇല്ല. അപ്പൊ നമ്മളിങ്ങനെ ബെഡും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഇനിയിപ്പൊ അവിടെ നമ്മുടെ കിച്ചൺ ഐറ്റംസ് വരണം, അങ്ങനത്തെ കുറച്ച് പരിപാടിയിലാണ്. അപ്പൊ നമുക്ക് മെയിൻ വേണ്ട സാധനം എന്താ? വാഷിംഗ് മെഷീൻ. അപ്പൊ അത് പർച്ചേസ് ചെയ്യാൻ പോവാണ് നമ്മൾ ഇന്ന്. അപ്പൊ എല്ലാരും ചോദിക്കും മെയിൻ സാധനം വാഷിംഗ് മെഷീൻ കൊണ്ട് തിന്നാൻ പറ്റുമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതാക്കാൻ പറ്റുമോ? നമ്മൾ ഫസ്റ്റ് ആദ്യം മെയിൻ വേണ്ട സാധനം കിടക്കയാണ്. കിടക്ക നമ്മൾ വാങ്ങിച്ച് അപ്പൊ കട്ടിലൊന്നുമില്ല, നമ്മൾ നിലത്ത് കിടന്നാലും തൃപ്തരാണ്, ഡോൺ വായി. പിന്നെ അതേപോലെ നമ്മൾ രണ്ടാമത് വേണ്ടത് ഗ്യാസിന്റെ കുറ്റി വാങ്ങിച്ചിട്ടുണ്ട്. കുറ്റി ഇവിടെ കിടക്കാണ്, ചെറിയ 5 ലിറ്ററിന്റെ കുറ്റിയാണ് നമ്മൾ വാങ്ങിച്ചത്. ബിക്കോസ് ഗ്യാസ് സ്റ്റൗവും പുതിയത് വാങ്ങിച്ചു. ഐ വിൽ ഷോ യു. അത് ഓൾറെഡി കഴിഞ്ഞ വ്ളോഗിൽ ഇട്ടിട്ടുണ്ട്. കഴിഞ്ഞ വ്ളോഗ് കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും തീർച്ചയായും കാണണം. ഇപ്പൊ ഞാൻ ഒറ്റക്ക് താമസിക്കുന്നത് കൊണ്ട് കിച്ചണ് ഭയങ്കര മോശമാണ്. അത് അവളങ്ങനെ പറയും, എന്നെ കുറ്റപ്പെടുത്തും. അത് നിങ്ങളെ കാര്യാക്കണ്ട. പിന്നെ എന്നിട്ട് ഈ സാധനം കൂടെ നമ്മള് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ പിന്നെ വേണ്ടത് വാഷിംഗ് മെഷീൻ സ്ഥലം ഏതാ? അവിടെ അല്ല, വാഷിംഗ് മെഷീൻ വെക്കണ സ്ഥലം അപ്പൊ ഞാൻ വാഷിംഗ് മെഷീൻ വെക്കണ സ്ഥലം കാണിച്ചേക്കാം. അതെ, ഇവിടെ ഇങ്ങനെ വയറും ഇതിന് ഓസൊക്കെ ഉണ്ട്. അപ്പൊ ഇവിടെയാണ് വാഷിംഗ് മെഷീൻ വെക്കണത്. അപ്പൊ നമ്മള് ഇപ്പൊ വാഷിംഗ് മെഷീൻ നോക്കാൻ പോകട്ടെ. അപ്പൊ നമ്മൾ ഓൾറെഡി ബിസ്മിയിൽ ഇങ്ങനെ നോക്കി വെച്ചിട്ടുണ്ട്. എന്ത് പൊന്നേ, അപ്പോൾ നമ്മളിങ്ങനെ ബിസ്മിയിൽ നോക്കി വെച്ചിട്ടുണ്ട് വാഷിംഗ് മെഷീൻ. അപ്പോൾ നമുക്ക് ജസ്റ്റ് തന്നെ അവിടെ പോയിട്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ നോക്കിയത് ഏതൊരു ബ്രാൻഡിൻ്റെ നോക്കിയത്. അപ്പോൾ നമുക്ക് കൂടുതൽ സർവീസൊക്കെ വരുന്നത് സാംസങ്, LG അങ്ങനെയൊക്കെ. അപ്പോൾ നമുക്ക് ആ സംഭവത്തിനെ നോക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പോകാൻ പോണത്. മേനോടെ പോയി കോളൊന്നിട്ട് പോയതല്ലേ. അരെ പൊന്നെ, അവനിങ്ങനെ കിടത്തിയാലേ ഫാൻ ഇങ്ങനെ കറങ്ങുന്നുണ്ട്, അങ്ങനെ നോക്കിന്നോളും. അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും ടോയ് ഇങ്ങനെ ഇട്ട് കൊടുക്കണം. അങ്ങനെ കിടന്നോളും പാവം എൻ്റെ മോൻ. ഇപ്പൊ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ജസ്റ്റ് ഒന്ന് റെഡി ആയിട്ടുണ്ട് ഞാൻ. അങ്ങനെ ഇനിയിപ്പോ ഇവിടെ ഫുള്ളി ഇനിയിപ്പോ സാധനങ്ങൾ കൊണ്ടിട്ട് എല്ലാം സെറ്റാക്കാനൊക്കെ ഉണ്ട്. അതായത് സ്കൂളിൽ ചേർക്കേണ്ട കാര്യം പറയായിരുന്നു. ഓൾറെഡി ക്ലാസ് തുടങ്ങി ചേർന്നല്ലോ. പക്ഷെ മാത്സിൽ ഭയങ്കര വീക്ക് കളിയാണ്. മാത്സിന്റെ ഒരു പ്രശ്നമുണ്ട്, കിടക്കണം. അപ്പൊ അതിന്റെ ഒരു എന്താ മോനോ, നിനക്ക് മാത്സ് പഠിക്കണം. അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഒരു കാര്യം ഓർത്തത്. ഞാൻ പറഞ്ഞുതരാം, പഠിക്കും. എന്തോ കാര്യമായിട്ട് പറയാൻ പോകുന്നുണ്ട് ഗായ്സ്. അപ്പോൾ ഗൈസ്, നുസ്രത്താക്ക് മാത്രമല്ല, അപ്പോൾ നമ്മുടെ വീഡിയോസ് കാണുന്ന ഒരുപാട് രക്ഷിതാക്കളുണ്ട്. പിള്ളേർക്കൊക്കെ മാത്സ് ഭയങ്കര ടഫായിരിക്കും. അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. അതിലാണെങ്കിൽ ഫുൾ മെൻ്റൽ മാത്ത് അപ്ലൈ ചെയ്തിട്ടാണ് അവർ പഠിപ്പിച്ചു കൊടുക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, ഇത് 5 വയസ്സ് മുതൽ 15 വയസ്സുള്ള പിള്ളേർക്കാണ് ഈ ഒരു പ്ലാറ്റ്ഫോം അവൈലബിൾ ആയിട്ടുള്ളത്. ഇപ്പോൾ നമുക്കറിയാമല്ലോ, ആ ഏജിലെ പിള്ളേർക്ക് ഒരുപാട് ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ഇപ്പോൾ നമ്മൾ എത്ര ഡൗട്ട് ചോദിച്ചാലും അവിടുത്തെ നമ്മുടെ ടീച്ചേഴ്സ് നല്ല കാമായിട്ടാണ് നമുക്ക് അവർക്ക് ആൻസറൊക്കെ ചെയ്ത് കൊടുക്കുന്നത്. അതൊരു നല്ലൊരു കാര്യം തന്നെയാണ്. കാരണം ഇത് ബാൻസു എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ ഗൈസ്, ഇതിനെപ്പറ്റി ഞാൻ കൂടുതൽ ക്യൂരിയസ് ആവാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ മെൻ്റൽ മാത്ത് ടെക്നിക്കാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇതിനെപ്പറ്റി ഒന്ന് അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത് ഇതിൻ്റെ ഫൗണ്ടർ ആരാന്നറിയാം. നമ്മുടെ വേൾഡിലെ ഫാസ്റ്റസ്റ്റ് ഹ്യൂമൻ കാൽക്കുലേറ്ററായ നീലകണ്ഠ് ബാനു ആണ് ബാൻസുയുടെ ഫൗണ്ടറായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ട്യൂഷൻ മെത്തേഡിന് പെന്നും പേപ്പറിൻ്റെ ഒന്നും ആവശ്യമില്ല. അവർ ഇൻറ്ററാക്ട് ചെയ്തുകൊണ്ടാണ് നമുക്കത് മനസ്സിലാക്കി തരുന്നത്. അപ്പോൾ ഈ ബാൻസു എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ഗ്ലോബലി അവൈലബിൾ ആണ്. എവിടെയൊക്കെയാണെന്ന് വെച്ചെങ്കിൽ US, കാനഡ, ന്യൂസിലൻഡ്, ഓസ്ട്രേലിയ ആൻഡ് സൗദി അറേബ്യ, അതുപോലെ പല കൺട്രീസിലും ഇത് അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. ആ ലിങ്കിൽ നോക്കി കയറണം. ആദ്യത്തെ 50 പേർക്ക് ഫ്രീ ക്ലാസ് ആയിരിക്കും. ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്ത് നോക്കണേ. പിൻ ചെയ്ത് നോക്കും. പിന്നെ അത് മാത്രമല്ല എന്നല്ല, അപ്പം നമുക്കിത് അയാനുന് പ്രിഫർ ചെയ്യാമല്ലോ. അപ്പം നുസ്രത്താനെ വേഗം വിളിച്ച് പറഞ്ഞേക്ക്. മാത്സിൻ്റെ കാര്യത്തിൽ ഒരു ടെൻഷനും വേണ്ട. അപ്പോൾ ഈ പ്ലാറ്റ്ഫോം ഒന്ന് പരിചയപ്പെടുത്തിയാൽ മതി. അവർക്ക് മാത്രമല്ല, നമ്മുടെ വീഡിയോസ് കാണുന്ന എല്ലാ രക്ഷിതാക്കൾക്കും നമ്മളിത് പ്രിഫർ ചെയ്യുന്നു. അപ്പോൾ കുട്ടികളൊക്കെ മാത്സിൽ അടിപൊളിയാവണ്ടേ അല്ലേ? നമ്മളങ്ങനെ വാഷിംഗ് മെഷീനൊക്കെ നോക്കി ഗൈസ്. അവസാനം നമ്മൾ നോക്കി ലൈക്ക് ആയത് ഏതാണ്?
I think maybe show you. Wait. അപ്പുറത്താണ് ഏതോ ആണ്. നോക്കട്ടെ എനിക്ക് കൺഫേം ആക്കിയിട്ട് കാണിക്കാം. സഫുദ് അവിടെ ഇരിക്കുന്നുണ്ട് ഗൈസ്. അവിടെ അതവിടെ ഉണ്ട് തോന്നുന്നു. ഇതെവിടെ ഉണ്ട്? ചിരിക്കണ് ചിരിയോ 2 റുപ്യൻ്റെ ചിരി കണ്ടാലും മതി. നമ്മള് ബിസ്മിയിൽ ജസ്റ്റ് വാഷിംഗ് മെഷീൻ നോക്കാൻ വന്നതിന് ശേഷം നോക്കി വാഷിംഗ് മെഷീൻ ഒന്ന് സെലക്ട് ചെയ്തു. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ നല്ലൊരു റൂം സെറ്റ് ചെയ്ത് തന്നു നമുക്ക് വേണ്ടിയിട്ട്. താങ്ക് യു സോ മച്ച് ബിസ്മി. അതേപോലെ തന്നെ നല്ലൊരു ടീ നമ്മൾ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. വാഷിംഗ് മെഷീൻ നോക്കി ഇഷ്ടപ്പെട്ടു, കുഴപ്പമൊന്നുമില്ല അല്ല. നമ്മളത് എന്തായാലും നമുക്ക് EMI എടുക്കാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ EMIക്ക് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ട് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. ഇൻഷാ അല്ലാ. വാഷിംഗ് മെഷീൻ എന്തുകൊണ്ട് ഇത്ര അർജൻറ്റായിട്ട് എടുക്കുന്നതെന്ന് വെച്ചാൽ ഫ്ലാറ്റിൽ ഞാനിപ്പോൾ ഒറ്റയ്ക്കാണ്. അപ്പോൾ എനിക്കത് ഡെയിലി കൈയോട് ബാത്റൂമിൽ നിന്ന് വാഷ് ചെയ്തിട്ട് നടുവും കൈയൊക്കെ ഭയങ്കര വേദന, അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്ത് വന്ന് നടുവൊക്കെ ഭയങ്കര വേദനയാണ്. അതിൻ്റെ ഇടയിൽ പിന്നെ എന്തായാലും വാഷിംഗ് മെഷീൻ വേണമെന്നുള്ളൊരു തോന്നി. അത് കാരണമാണ് ഇപ്പോൾ വാഷിംഗ് മെഷീൻ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് സഫുവിൻ്റെ ആ ചിരിയും ഒരു കളിയാക്കിയ ചിരിയൊക്കെ കണ്ടിട്ട് എന്തൊക്കെയാണ് മനസ്സിലാവുന്നത് കമൻറ്റ് ചെയ്യുക. നമുക്ക് അതിൻ്റെ കൂടെ വാഷിംഗ് മെഷീൻ നമ്മൾ നോക്കിയതിൻ്റെ കൂടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ഗിഫ്റ്റായിട്ട് ഇതും കിട്ടിയിട്ടുണ്ട്. അതുപോലെ വാഷിംഗ് മെഷീനിലൊരു ബാങ്ക് കനറ. നിൻ്റെ ബാങ്ക്? അതെ, സെയിം ബാങ്ക്. എനിക്കെന്താണ് അഭിപ്രായം? പാവം സഫു ചമ്മിപ്പോയി ഗൈസ്. നമ്മളെ എനിക്ക് ഇപ്പോൾ നമ്മളെ നാട്ടിൽ കണ്ണൂർ ജില്ലയിൽ പരിചയമായ ഒരാളുണ്ട്, അനൂപ്. അപ്പോൾ മൂപ്പരെ അറിയുന്ന ആൾക്കാരാണ് ഇവിടെ എക്സ്പോർട്ട് ചെയ്യുന്നത് ഐറ്റംസൊക്കെ. അപ്പോൾ അവർ സംസാരിച്ചിട്ട് മാനേജ്മെൻറ്റിൽ കുറച്ച് ഡിസ്കൗണ്ട് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ഗിഫ്റ്റും കൂടെ ആഡ് ചെയ്യുന്നു. അപ്പോൾ അവർ ഫസ്റ്റ് പറഞ്ഞ് അയൺ ബോക്സും നമുക്ക് സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ്. രണ്ടാമത് അവർ ഒരു ചെറിയൊരു മറ്റേ ഡ്രിമ്മറും പിന്നെ ഒരു ഹെയർ ഇതാക്കുന്ന സാധനം കൊണ്ടുവന്നിട്ട് അപ്പാട് സഫ ചമ്മി ഇതാ എന്നാക്കി. എന്നിട്ട് അവര് ചോദിച്ചു, എന്നിട്ട് രണ്ടാമത് പറഞ്ഞു വേറെ ആൾക്ക് കിട്ടുക. അപ്പോൾ അവർക്ക് അതിൻ്റെ വാല്യൂ ഉണ്ട്, നിങ്ങൾക്ക് അതിൻ്റെ വാല്യൂ ഇല്ല. എന്നിട്ട് പറഞ്ഞ നിങ്ങളത് ചെറിയ എമൗണ്ട് സാധനം ഒരുമാതിരി വിലയില്ലാത്ത സഫു. നമ്മൾ 20 സംതിങ്ങിൻ്റെ ഇതാ എടുത്തത് വാഷിംഗ് മെഷീൻ. ഓഫർ പ്രൈസ് ആട്ടോ അതിൻ്റെ. അതിൻ്റെ റേറ്റ് വരുന്നത്. എന്നിട്ടും വാല്യൂ ഇല്ലയെന്ന് പറഞ്ഞു ഗായ്സ്. പോട്ടെ, അതന്നെ. അപ്പം ട്രിമ്മർ ഗിഫ്റ്റ് കിട്ടിയതിൽ സന്തോഷം ബിസ്മി, അജ്മൽ ബിസ്മി. അപ്പം കാണുന്നുണ്ടെങ്കിൽ ഗുഡ് എന്നും പറയെങ്കില, ഡൗൺ എന്നും പറയെങ്കില, മിഡിൽ സർവീസ്. അപ്പോൾ ഓക്കെ. പിന്നെ നമുക്ക് എന്താ പറയുക, നമ്മൾ ചായ തന്നെ ഒരുപാട് ചോദിച്ചിട്ട് ഫസ്റ്റ് പറഞ്ഞ് ചായ ഇല്ല, ഫസ്റ്റ് പറഞ്ഞ് പിന്നെ പാലില്ല, കട്ടൻ ചായ മതി ചോദിച്ച്. പിന്നെ രണ്ടാമത് പറഞ്ഞ് ചായ അങ്ങനെ കണ്ടിങ്ങനെ വിഷമത്തോടെ, കാരണം തലവേദന എടുക്കുന്നുണ്ടൊരു ചായ ചോദിച്ചതാണ് കേട്ടോ. അത്രക്കും ഒരു ഇതായതുകൊണ്ട് പിന്നെ ചേച്ചിക്ക് വിഷമമായിട്ട് ചായ ഉണ്ടാക്കി തരാറിന് ചായ തന്ന്. പിന്നെ ഫീഡ് ചെയ്യാനൊരു റൂം വന്ന് അൽഹംദുലില്ലാ റായത്താണ്, അതിൽ തൃപ്തരാണ് നമ്മൾ. എന്നാലും സർവീസ് ഒന്നും കൂടെ ബെറ്റർ ആക്കാം. ട്രോഫിയോ അയച്ചോടാ, അത് സഫ വണ്ടൽ നടക്കുന്ന കൈസ്. ആ ട്രോഫിയാണോ? അപ്പോൾ ഓക്കെ. അപ്പോൾ ഇൻഷാ അല്ലാ
പിന്നെ മാനേജ്മെൻറ്റോടൊന്ന് സംസാരിക്കുമ്പം കുറച്ചൊരു റെസ്പെക്റ്റ് എല്ലാവർക്കും കൊടുക്കാൻ പറയാം. അപ്പോൾ ഇൻഷാല്ല വാഷിംഗ് മെഷീൻ കൊണ്ടുവരുമ്പോൾ കാണാം. ഇതാണ് സഫൂറിന്റെ ട്രോഫി. ഇച്ചടാ അപ്പൊ ഗൈസ് അങ്ങനെ സഫ് എന്താ ബാക്കിലിരിക്കുന്ന ചോദിച്ചാൽ നിങ്ങൾ വിചാരിക്കും എന്താ ഇപ്പൊ അവള് ബാക്കിലിരിക്കുന്ന തിങ്ക് ചെയ്യണ്ട. ചെറിയ അത് കുട്ടിക്ക് പാല് കൊടുക്കാനുണ്ടായോണ്ട് സീറ്റാകുമ്പോ ഒരു മറവായില്ലേ, അങ്ങനെയാണ് ബാക്കിൽ പോയിട്ടിരുന്നത്. അപ്പൊ നമ്മളങ്ങനെ ബിസ്മി അജ്മൽ ബിസ്മി കളമശ്ശേരിയിൽ ഒരു വാഷിംഗ് മെഷീൻ എടുക്കാൻ വേണ്ടിയിട്ട് പോയി. അവിടുന്ന് വാഷിംഗ് മെഷീൻ കളക്ട് ചെയ്തു പറഞ്ഞെങ്കിൽ കയ്യിലെടുത്തല്ല കേട്ടോ, സോറി, അവിടുന്ന് ബുക്ക് ചെയ്ത് EMI വഴിയാണ് നമ്മൾ എടുത്തത്. അങ്ങനെ എടുത്തതിന് ശേഷം ഫസ്റ്റ് നമ്മൾ റേറ്റ് കാര്യമെല്ലാം ചോദിച്ച് റേറ്റ് ആയിരുന്നു. പിന്നെ നമ്മൾ പരിചയക്കാർ ഒരാളെ കൊണ്ട് വിളിപ്പിച്ച് അപ്പം അതിന് ചെറിയ ഡിസ്കൗണ്ടും കൂടെ കിട്ടി. അങ്ങനെ അനൂപ് എന്ന് പറഞ്ഞിട്ടൊരു ഫ്രണ്ട് പരിചയപ്പെട്ടു, നമ്മളെ നാട്ടുകാരനാണ്, കണ്ണൂരുകാരനാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു ഡിസ്കൗണ്ടും പ്ലസ് നമുക്കൊരു ഗിഫ്റ്റും കൂടെ കിട്ടി. ആ ഗിഫ്റ്റ് എവിടെ? ആ ഗിഫ്റ്റ് അയച്ച നമുക്കൊരു ട്രിമ്മർ ഗിഫ്റ്റ് അയച്ച്. അപ്പം നേരത്തെ കാണിച്ച്, പക്ഷെ എന്നാലും ഒന്നും കൂടെ ഓർമ്മപ്പെടുത്താണ്. ഇസ്തിരി പെട്ടി മേടിക്കാൻ മാത്രം എന്താ പറയാ, ഇസ്തിരി പെട്ടി മേടിക്കാനുള്ള യോഗ്യത എനിക്കില്ല. അങ്ങനെ അയാൾ പറഞ്ഞു. വലിയ വലിയ സാധനം മേടിക്കുമ്പോള് അപ്പൊ TV അങ്ങനെ വാഷിംഗ് മെഷീനേക്കാളും വലുതാവണത്. ഫ്രണ്ട് ഓപ്പൺ. അപ്പൊ ഫ്രണ്ട് ഓപ്പൺ എന്ന് പറഞ്ഞാല് വെറും 10,000 രൂപ കൂടുന്നത്. 10,000 കൂടിയാല് 10,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഇസ്തിരി പെട്ടി തരാന്ന്. പോട്ടെ. പിന്നെ അത് ഓരോരോ ഷോപ്പിന്റെ അങ്ങനെ വിചാരിച്ചിട്ടില്ലേ. ഒരുപാട് സന്തോഷം. സത്യം പറഞ്ഞെങ്കിൽ ട്രിമ്മർ കിട്ടിയാലും ഈ ഒരു ഡിസ്കൗണ്ട് കിട്ടിയാലും ഒരുപാട് സന്തോഷമുണ്ട്. അതും വഴി അത് നമ്മളെ ഒരു ഫ്രണ്ടിനെ കൊണ്ട് വിളിപ്പിച്ചത് കൊണ്ട് നമുക്കൊരു ഡിസ്കൗണ്ടും കിട്ടി, അതുപോലെ തന്നെ ഒരു ഗിഫ്റ്റും കിട്ടി. അതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഒരുപാട് സന്തോഷമായി. കാരണം ഫസ്റ്റ് നമ്മൾ എന്തായാലും ഡീലാക്കുന്ന സമയത്ത് ഒരു കൺഫ്യൂസ്ഡ് ആയിരുന്നു. നമ്മൾ മുന്നേ ഇപ്പോൾ ഓണത്തിൻ്റെ ഓഫർ ആയതുകൊണ്ടാട്ടോ പെട്ടെന്ന് നമ്മൾ ഈ ഒരു ഓഫേഴ്സ് കളയണ്ടെന്ന് വിചാരിച്ചിട്ട്. അത്ര വലിയ ഇപ്പം ഓണത്തിൻ്റെ ഓഫറാണ് അറിയൂല. പിന്നെ നമ്മളിപ്പം ഓൾറെഡി പെട്ടെന്ന് ഇങ്ങനെ പോകുന്ന വഴിക്ക് ബിസ്മി കണ്ടു. അപ്പോൾ അവിടുന്ന് പോയിട്ട് സാംസങ്ങിൻ്റെ ഒരു വാഷിംഗ് മെഷീൻ ഇങ്ങനെ കണ്ട്. അപ്പോൾ ഇങ്ങനെ കണ്ടപ്പോൾ ഒരു അഭിപ്രായം രണ്ടാക്കും കുഴപ്പമില്ലാത്തതുകൊണ്ട് ഇങ്ങനെ എടുത്ത്. നമ്മൾ വേറെ അന്വേഷിക്കാനോ നമ്മളിപ്പോഴും പറയുന്ന കണക്കെ വേറെ എവിടെയും പോയി അന്വേഷിച്ചിട്ടൊന്നും ഇല്ല. അല്ലെങ്കിൽ കുറെ കടയിൽ കയറിയിട്ടൊക്കെ നോക്കിയിട്ടൊക്കെ എടുക്കാറുള്ളൂ. പക്ഷെ ഇത് ഫസ്റ്റ് കയറി വാങ്ങിച്ചെന്നാൽ ഒന്നാമത് തീരെ നമുക്ക് സമയമില്ല. ഇപ്പൊ ഒരുപാട് ഇപ്പൊ കുറെ സാധനങ്ങൾ ഫ്ലാറ്റിലേക്ക് പർച്ചേസ് ചെയ്തുകൊണ്ട് കുറച്ച് ടൈറ്റാണ്, നല്ല ടൈറ്റാണ്. അപ്പൊ അതുകൊണ്ട് എന്താ പറയാ, അതിന്റെ രീതിയിൽ നമ്മൾ അധികം ഓടി സമയം കളയണ്ട വിചാരിച്ചിട്ടാണ് ഇപ്രാവശ്യം ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. അപ്പൊ ഇൻഷാ അല്ലാഹ് നമ്മൾ പറയേണ്ട കാര്യം ഒക്കെ നമ്മൾ അവിടെ സംസാരിച്ച് നാളെ സാധനം വരുമായിരിക്കും. എന്തായാലും സാറ്റിസ്ഫൈഡ് ആണോ വെച്ചെങ്കിൽ ഒരു മീഡിയം സാറ്റിസ്ഫൈഡ്. അപ്പോൾ ഓക്കെ, കുഞ്ഞു കരയുന്നു. ബൈ.